തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു വർഷം മുമ്പ് പനിയൊക്കെ പിടിച്ച് ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഞാൻ ആശുപത്രി അഡ്മിറ്റാണ്. വീട്ടിലൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ആശുപത്രി അഡ്മിറ്റായി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു. വേറെ ആരുമല്ല കേട്ടോ, അമ്മയാണ്. അമ്മ വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയാ അച്ഛൻ, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല അമ്മേ. ഇല്ല, അച്ഛൻ എന്തോ അസ്വസ്ഥത ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പള്ളിയിൽ അല്പം തിരക്കിലാണ്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല മോൻ പള്ളിയിലല്ല, എവിടെയാ, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മ ഇങ്ങനെ ചോദിക്കും കാരണം എന്നാ? അപ്പം അമ്മ പറഞ്ഞു, എന്തോ എനിക്ക് അസ്വസ്ഥത തോന്നുന്നു. എന്താ, എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ തുറന്നു പറഞ്ഞു, അമ്മ ചെറിയ പനിയാണ്, ആശുപത്രിയിലാണ്. ഉടനെ അപ്പുറം എനിക്ക് ഈ പൊട്ടിക്കരയുന്ന ഒരു ചുര കേട്ടത്. ഞാൻ ഓർത്തു, എനിക്ക് വയ്യ എന്നുള്ള, എനിക്ക് പനിയാന്നുള്ള കാര്യം എങ്ങനെയാണ് ഇത്രയും ദൂരത്തിരിക്കുന്ന അമ്മ അറിഞ്ഞത്? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ചില കഥാപാത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ. നമ്മുടെ മാതാപിതാക്കൾ തിരക്കാവുമ്പോഴത്തേക്ക് നമ്മൾ മറന്നു പോകും. ചെറുപ്പത്തിൽ നമുക്കൊരു അടുപ്പമുണ്ട്, പക്ഷെ നമ്മൾ വലുതാകും തോറും നമ്മൾ ഈ കഥാപാത്രങ്ങൾ മറന്നു പോവുകയാണ്. ഇവർ നമുക്ക് തന്ന സ്നേഹം, ഇവർ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഇടപെട്ട നിമിഷങ്ങൾ, അവരുടെ ഉള്ളിലെ ആ കാരുണ്യവും നമുക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന അവസ്ഥകളും നാം മറന്നു പോകും. നമ്മുടെ ചാച്ചനും അമ്മയും ഒത്തിരി പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. 21, 22, 23 വയസ്സ് വരെ വളർത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പയ്യനുള്ള സ്നേഹത്തെ പ്രതി അപ്പൻ്റെ അമ്മയും ഇട്ടിട്ട് പോകുന്ന ഒത്തിരി പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. ആൺപിള്ളേരും ഞാൻ ഓർക്കാറുണ്ട്, ഈ 18 അല്ലെങ്കിൽ 20 വർഷത്തെ ഈ അപ്പനോടും അമ്മയോടുള്ള സ്നേഹമാണോ വലുത്, അതോ ഇന്നോ ഇന്നലെ കണ്ട ഒരു ചെറുക്കനോടുള്ള, ഒരു പെങ്കൊച്ചിനോടുള്ള സ്നേഹമാണോ വലുത്? അതും അല്ലെങ്കിൽ ഇന്നോ ഇന്നലെയോ ഞാൻ പരിചയപ്പെട്ട, ഞാൻ അനുഭവിച്ച മദ്യപാനമാകാം, തെറ്റാ കൂട്ടുകെട്ടുകളാകാം, ചില സ്വഭാവങ്ങളാണ് വലുത്? പ്രിയ മക്കളെ, പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ വീര്യമായി മാറണം അപ്പനോടും അമ്മയോടുള്ള സ്നേഹം. ആ വീര്യം എത്രമാത്രം കൂടുതലാണോ അത്രമാത്രം നന്മയെ ജീവിക്കാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും അവരെ മറക്കത്തില്ല. ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും എൻ്റെയും നിൻ്റെ വാക്കുമൂലം, ഒരു പ്രവൃത്തി മൂലം, ഒരു ഇടപെടൽ മൂലം ചാച്ചനും അമ്മയും ഒരിക്കലും വേദനിക്കാൻ, കരയാൻ ഇടയാകരുത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരി വാർത്തകൾ കേൾക്കാം. അമ്മ ഒരു ഭാരമായതുകൊണ്ട് അമ്മയെ ടെറസിന് മുകളിൽ താഴെ കിട്ടു, അതും അല്ലെങ്കിൽ അപ്പനൊരു ഭാരമായതുകൊണ്ട് അപ്പനെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ഇട്ടു. അങ്ങനെ ഒത്തിരി വാർത്തകൾ, ഒത്തിരി അനുഭവങ്ങൾ. അപ്പൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ അല്പം പോലും സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കാതെ വിദേശത്തായിരിക്കുന്ന മക്കൾ. ശരിയാണ്, നമ്മൾ സമ്പാദിക്കണം. പക്ഷേ എൻ്റെയും നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മുടെ മാതാപിതാക്കൾ. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കലും എൻ്റെയോ നിൻ്റെയോ പ്രവൃത്തി മൂലം നമ്മുടെ മാതാപിതാക്കൾ കണ്ണുനീരോടുകൂടി നിൽക്കുവാൻ ഇടയാകരുത്. ഓർക്കുക, നമ്മുടെ പ്രവൃത്തി മൂലം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരികയാണെങ്കിൽ അവരൊരിക്കലും നമ്മളെ ശപിക്കത്തില്ല, ഒരിക്കലും ശാപവാക്ക് വരത്തില്ല, നമ്മൾ വേദനിപ്പിക്കത്തില്ല. എന്നാൽ നീ ഓർക്കണം, ആ കണ്ണുനീർ, ആ തുള്ളികൾ ചെന്ന് വീഴുന്നത് തമ്പുരാൻ്റെ കരങ്ങളിലാണ്. അതൊരിക്കലും നമ്മളെ സന്തോഷത്തിലേക്കല്ല, കൂടുതൽ ദുഃഖത്തിലേക്കായിരിക്കും നയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അവരെ സ്നേഹത്തോടെ, അവർക്ക് വിദ്യാഭ്യാസം കാണത്തില്ല, സൗന്ദര്യം കാണത്തില്ലായിരിക്കും, പോട്ടെ, അവർ നമ്മുടെ മാതാപിതാക്കളാണ്. അവരെ മാതാപിതാക്കളെ കാണുവാനും സ്നേഹിക്കുവാനും എപ്പോഴും അവരോട് ചേർന്ന് നിൽക്കുവാനും അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഓർക്കുക, ഇന്ന് നീ ഏത് രീതിയിലാണോ നിൻ്റെ മാതാപിതാക്കളോട് ഇടപെടുന്നത്,
നാളെ ഒരുപക്ഷെ ആ രീതിയിലായിരിക്കും നിൻ്റെ മക്കൾ നിന്നോട് ഇടപെടാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഉള്ളിലെ വേദന? അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും അവരെ പരിഗണിക്കുവാനും അവർക്ക് വേണ്ടി ജീവിക്കുവാനും സാധിക്കട്ടെ. ഇന്നത്തെ ദിവസം ചാച്ചനും അമ്മയ്ക്കും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാം. ആ ഒരു സ്നേഹം പങ്കുവയ്ക്കാം. ആ ഒരു സ്നേഹത്തിൽ ആഴപ്പെടാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.